ഈ ചെടി ചൊറിയണം, കഞ്ഞിത്തുവ, കൊടുത്തുവ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. നാട്ടിൻപുറത്തെ തൊടികളിൽ ഇത് ധാരാളമായി കാണപ്പെടാറുണ്ട്. ഇതിൽ ധാരാളമായി സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, മഗ്നീഷ്യം, വിറ്റാമിൻ സി, എ, കെ എന്നിവയും ആൻറ്റി ഓക്സിഡൻസ്, അമിനോ ആസിഡ്, മിനറൽസ്, ബീറ്റ കരോട്ടിൻ എന്നിവയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയുടെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും നിരവധിയാണ്. ആയുർവേദ മരുന്നുകളുടെ നിർമ്മാണ രംഗത്ത് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ 8-10 ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് രാവിലെ അരിച്ചെടുത്തതിന് ശേഷം മുടി കഴുകുന്നത് മുടി കൊഴിച്ചിലും താരനും മാറുന്നതിന് നല്ലതാണ്. ഈ വെള്ളം അകത്തേക്ക് കഴിക്കുന്നതിന് നല്ലതാണ്. ആഴ്ചയിൽ 3 ദിവസം ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലകൾ കൊണ്ട് സ്വാദിഷ്ടമായ കറികളും തോരനും തയ്യാറാക്കാം. ഇതിൻ്റെ ഇലയും പൂവും ശുദ്ധമായ പശുവിൻ പാലിൽ വേവിച്ചെടുക്കുക. വെന്ത ഇല തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കുക. ഈ ഇല വെള്ളം ചേർക്കാതെ കട്ടിയിൽ അരച്ചെടുക്കണം. ഇത് കാലിൻ്റെ ഉപ്പൂറ്റിയിലുണ്ടാകുന്ന വിണ്ട് കീറലിൽ പുരട്ടി നോക്കൂ. ഏറെ മാറ്റം വരുന്നതാണ്. അരമണിക്കൂറിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം. ഇതിൽ ധാരാളമായി വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളതിനാൽ ഇതിൻ്റെ ഉപയോഗം മൂലം കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് പ്രമേഹ രോഗികൾക്ക് ഇത് ഫലപ്രദമായ ഒരു ഔഷധമാണ്. ഇതിൻ്റെ ഉപയോഗം മൂലം മൂത്രത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനാൽ ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങളും പുറന്തള്ളപ്പെടുന്നുണ്ട്. ശരീരത്തിലുള്ള രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുന്നതിനും രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനും ഇതിൻ്റെ ഉപയോഗത്തിലൂടെ സാധിക്കുന്നതാണ്. വാതസംബന്ധമായി അസ്ഥികൾക്കുണ്ടാകുന്ന വേദന, നീർക്കെട്ട്, ബലക്ഷയങ്ങൾ, തേയ്മാനം എന്നിവ പരിഹരിക്കുന്നതിന് ഉത്തമമാണ്. പ്രായമായ സ്ത്രീകളെ കണ്ടുവരാറുന്ന അസ്ഥികളുടെ ബലക്ഷയം തടയുന്നതിനും അസ്ഥികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഉയർന്ന BP ലെവൽ കുറയ്ക്കുന്നതിനും ഗ്യാസ് ട്രബിൾ സംബന്ധമായ അസുഖങ്ങൾക്കും ആസ്മ മൂലമുണ്ടാകുന്ന അലർജി, തുമ്മൽ എന്നിവയ്ക്കും ഉത്തമമാണ്. ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾക്കും പീരിയഡ്സ് കറക്റ്റ് ചെയ്യുന്നതിനും PCOD മുതലായ അസുഖങ്ങൾക്കും ഇത് സഹായിക്കുന്നുണ്ട്. ത്വക്ക് രോഗങ്ങളെ കുറയ്ക്കുന്നതിനും യുവത്വം നിലനിർത്തുന്നതിനും ഇത് ഉത്തമമായ ഒരു പരിഹാര മാർഗമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.